Hi everyone. July 1st കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് കടക്കാം. കറണ്ട് അഫയേഴ്സ് ന്യൂസ് പേപ്പറിൽ നിന്നും ആവശ്യമുള്ളത് മാത്രം സിലബസ് ലിങ്ക് ചെയ്തെടുത്ത് പഠിക്കുക. വാരി വലിച്ച് പഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമുക്ക് ഒരു വളരെ വ്യക്തമായിട്ടുള്ളൊരു സിലബസ് ഉണ്ട്. ആ സിലബസ് അനുസരിച്ച് മാത്രം കറണ്ട് അഫയേഴ്സ് ലിങ്ക് ചെയ്ത് പഠിക്കുക. ആവശ്യമില്ലാത്ത പൊളിറ്റിക്സോ അല്ലെങ്കിൽ റീജിയണൽ ന്യൂസോ വായിച്ച് സമയം കളയരുത്. പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്തോ ഡിബേറ്റ് ചെയ്തോ നോട്ട്സ് ഉണ്ടാക്കിയോ ഒന്നും സമയം കളയരുത്. ഓക്കെ, സോ ഫസ്റ്റ് ന്യൂസ് നമ്മുടെ ഇന്ത്യൻ മൺസൂണിനെ കുറിച്ചാണ്. ഇന്ത്യൻ മൺസൂൺ നമ്മുടെ അഗ്രികൾച്ചറിൻ്റെ ബാക്ക് ബോൺ ആണ്. ഇന്ത്യൻ മൺസൂൺ ഡിപ്പെൻഡൻ്റ് ആണ് നമ്മുടെ അഗ്രികൾച്ചർ. സോ മൺസൂണിൽ എന്തെങ്കിലും കുറവോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായാൽ ഡയറക്റ്റ്ലി അഫക്ട്സ് അവർ അഗ്രികൾച്ചർ സിസ്റ്റം. അപ്പോൾ അഗ്രികൾച്ചറിൽ ഈ പറയുന്ന പോലെ ഖാരിഫ് സീസണിൻ്റെ സോയിങ്, ആ ഒരു ഓൺസെറ്റ് ഓഫ് മൺസൂണോട് കൂടിയാണ് നമ്മൾ ഖാരിഫ് സോയിങ് തുടങ്ങുന്നത്. ആ ഒരു ശീതവിള നമ്മൾ സോയിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൺസൂണോട് കൂടിയാണ്. സോ മൺസൂൺ റെയിനിൽ 40% കുറവാണ് ഇത്തവണ കണ്ടിരിക്കുന്നത്. 2014 ഏറ്റവും ലോവസ്റ്റ് മഴയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മഴക്കുറവ് കാണുന്നു. അപ്പോൾ ഇന്ത്യൻ മൺസൂൺ കുറയാൻ കാരണം എൽ നിനോ എന്ന പ്രതിഭാസമാണ്. ഇന്ത്യൻ മൺസൂൺ കൂടാനുള്ള കാരണം ലാ നിന എന്നുള്ള പ്രതിഭാസമാണ്. ഈ മൊത്ത സൈക്കിളിനെ എൻസോ ഓസിലേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ മഴക്കുറവ് വരുന്നത് എൽ നിനോയിലും മഴ കൂടുതൽ വരുന്നത് ലാ നിനയിലുമാണ്. സോ എന്താണ് എൽ നിനോ, എന്താണ് ലാ നിന എന്ന് പറയുന്നതിന് മുന്നേ എങ്ങനെയാണ് ഇന്ത്യൻ മൺസൂൺ റെയിൻ ഇന്ത്യൻ ഭാഗത്തേക്ക് ലഭിക്കുന്നത്? അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഒരു പ്രഷർ ഗ്രേഡിയൻറ്റിലാണ് ഇന്ത്യൻ മൺസൂൺ നമുക്ക് ലഭിക്കുന്നത്. ആ പ്രഷർ ഗ്രേഡിയൻറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ ഈ മഴ കൂടുതലോ മഴക്കുറവോ സംഭവിക്കാം. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ്. അപ്പോൾ ഇന്ത്യൻ ലാൻഡ് മാസിന് മുകളിൽ, അതല്ലെങ്കിൽ ലാൻഡിന് മുകളിൽ ലോ പ്രഷർ ക്രിയേറ്റ് ആവണം. കടലിന് മുകളിൽ ഹൈ പ്രഷറും ക്രിയേറ്റ് ആവണം. കടലിൽ കോൾഡ് കറൻസും ആൻഡ് അതിന് മുകളിലായിട്ട് എയർ കോളത്തിൽ ഹൈ പ്രഷറും ഡെവലപ്പ് ആവണം. ഇന്ത്യൻ ലാൻഡ് മാസ് അല്ലെങ്കിൽ ഈ ഒരു ലാൻഡ് മാസിന് മുകളിൽ ലോ പ്രഷറും ഡെവലപ്പ് ആവണം. അപ്പോൾ വിൻഡ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് വീശുന്നത്? വിൻഡ് ബ്ലോസ് ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ. അപ്പോൾ കടലിൽ നിന്നും കരയിലേക്കാണ് വിൻഡ്, ഈ ട്രേഡ് വിൻഡ്സ് റെയിൻ ബെയറിംഗ് ക്ലൗഡ്സും കൊണ്ട് ഈ ഒരു സിസ്റ്റത്തിൽ ക്യാരി ചെയ്ത് വരുന്നത്. അങ്ങനെയാണ് നമുക്ക് മൺസൂൺ റെയിൻ ലഭിക്കുന്നത്. സോ എൽ നിനോ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, എൽ നിനോ സമയത്ത് ഈ പ്രഷർ ഗ്രേഡിയൻറ്റിനെ ഇത് അഫക്റ്റ് ചെയ്യും. ലാൻഡിന് മുകളിൽ ലോ പ്രഷറും സീക്ക് മുകളിൽ ഹൈ പ്രഷറും ഡെവലപ്പ് ചെയ്യേണ്ട സ്ഥാനത്ത് നമ്മുടെ ഈ ഒരു ലോ പ്രഷറിൻ്റെ അതേ സമയത്ത് പെറൂവിയൻ കോസ്റ്റിലും ലോ പ്രഷർ ഡെവലപ്പ് ചെയ്യും. സോ എന്ത് സംഭവിക്കും? ഇത് നമ്മുടെ ഈ പ്രഷർ ഗ്രേഡിയൻറ്റിനെ വല്ലാതെ ബാധിക്കും. നമുക്ക് ലഭിക്കേണ്ട മഴ ആ ഒരു ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ട്രേഡ് വിൻഡ്സ് ആ ഒരു ഭാഗത്തേക്ക് പോവുകയും നമുക്ക് ലഭിക്കേണ്ട മഴ അവിടെ ലഭിക്കുകയും ഇന്ത്യ, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ ഭാഗത്തേക്ക് മഴ ലഭിക്കാതിരിക്കുകയും ഡ്രോട്ട് ലൈക്ക് കണ്ടീഷൻ വരെ ഉണ്ടാകാനും ചാൻസ് ഉള്ളൊരു പ്രതിഭാസമാണ് എൽ നിനോ. ഇതിന് നേരെ തിരിച്ചാണ് ലാ നിന. അവർക്ക് പെയ്യേണ്ട മഴ കൂടെ നമ്മുടെ ഈ ഭാഗത്ത് പെയ്യും. അപ്പോൾ നമുക്ക് ഫ്ലഡ് ലൈക്ക് കണ്ടീഷൻ ആൻഡ് ക്ലൗഡ് ബേസ്റ്റ്, അങ്ങനെയുള്ള ഈ മഴ കൂടുതൽ കൊണ്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവാം. സോ ഈ ഒരു എൽ നിനോ പ്രതിഭാസം കാരണം നമ്മുടെ ഖാരിഫ് സോയിങ്ങിനെയും റിസർവയർ സ്റ്റോറേജ്, ഹൈഡ്രോ പവർ ജനറേഷൻ, ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, ഡ്രിങ്കിങ് വാട്ടർ അവൈലബിലിറ്റി ഇതിനെല്ലാം ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോർമൽ കണ്ടീഷൻ വേഴ്സസ് എൽ നിനോ കണ്ടീഷൻ പറയുന്നുണ്ട്. നോർമൽ ഈ ഒരു പ്രഷർ ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു സർക്കുലേഷന് വാക്കർ സർക്കുലേഷൻ എന്നാണ് പറയുക. അപ്പോൾ നോർമലി ഈ ഒരു വാക്കർ സർക്കുലേഷൻ നടക്കുന്ന സമയത്ത് നോർമൽ റെയിൻഫോൾ ആണ്. പക്ഷേ ഇവിടെ ഈ വാക്കർ സർക്കുലേഷൻ ഡിസ്ട്രപ്റ്റഡ് ആവുന്നു. ഈ പ്രഷർ ഗ്രേഡിയൻറ്റ് കറക്റ്റ് ആവുന്നില്ല. ആ സമയത്ത് എന്ത് സംഭവിക്കും? ആ സമയത്ത് ഈ നമുക്ക് പെയ്യേണ്ട മഴ അളവ് കുറയുന്നു. എൽ നിനോ സമയത്ത് ട്രേഡ് വിൻഡ് വീക്കെൻഡ് ആവുന്നു, ഇല്ലെങ്കിൽ റിവേഴ്സ്ഡ് ആവുന്നു. റിവേഴ്സ്ഡ് ആകുമ്പോഴാണ് നമുക്ക് പെയ്യേണ്ട മഴ പെറൂവിയൻ കോസ്റ്റിൽ പെയ്തിരുന്നത്. ആൻഡ് അവിടെ കോൾഡ് കറൻസ് വരികയും സീ വാട്ടർ അപ്വെല്ലിംഗ് എന്നുള്ള ഒരു പ്രതിഭാസം അവിടെ നടക്കേണ്ടതുണ്ട്. അത് ഈ ഒരു വാം കറണ്ട് സപ്രസ് ചെയ്യുകയും ചെയ്യുന്നു. അത് ഈ ഫിഷിൻ്റെ ആ ഒരു പോപ്പുലേഷൻ ത്രൈവ് ചെയ്യാനും ഫിഷിങ്ങിനും ഒക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. Eastern Pacific becomes unusually warm. Rainfall
ഷിഫ്റ്റ് ടുവേർഡ്സ് സെൻട്രൽ ഓർ ഈസ്റ്റേൺ പസഫിക്. ആ ഒരു ഭാഗത്തേക്ക് റെയിൻഫോൾ ഷിഫ്റ്റ് ആവുന്നു. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ ആൻഡ് ഇന്ത്യ റിസീവ് ലെസ് റെയിൻഫോൾ. അപ്പോൾ ഇതാണ് ചുരുക്കത്തിൽ എൽ നിനോ അല്ലെങ്കിൽ എൽ നിനോ സതേൺ ഓസിലേഷൻ, എൻസോ എൻസോ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ മൺസൂണിൻ്റെ ആ ഒരു സിസ്റ്റം ഞാൻ പറഞ്ഞു. നോർമലി ഹോട്ട് ഇന്ത്യൻ ലാൻഡ് മാസ് ക്രിയേറ്റ് സ്ട്രോങ് ലോ പ്രഷർ ഏരിയ. മോയ്സ്ചർ ലേഡൻ വിൻഡ്സ് ഫ്രം ഇന്ത്യൻ ഓഷ്യൻ ബ്രിങ്സ് ഹെവി റെയിൻഫോൾ. ഡ്യൂറിങ് എൽ നിനോ ഈ പറയുന്നത് പോലെ ഈ ഒരു ഗ്രേഡിയന്റ് ഡിസ്ട്രപ്റ്റഡ് ആവും. ഇതിൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഇമ്പാക്ട്സ് എന്താണ്? അഗ്രികൾച്ചറിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാവും. ആൻഡ് ഖാരിഫ് സോയിങ് ഡിലേഡ് ആവുന്നു, റൈസ് പ്രൊഡക്ഷൻ റെഡ്യൂസ്ഡ് ആവുന്നു, പൾസുകൾ അഫക്റ്റ് ചെയ്യുന്നു, ഓയിൽ സീഡ്സ് അഫക്റ്റഡ് ആവുന്നു, കോട്ടൺ ഈൽഡ് മേ ഡിക്ലൈൻ. Agriculture contributes about 15 to 17% of GDP but supports nearly 45% of workforce. അപ്പോൾ അഗ്രികൾച്ചർ നമ്മുടെ ബാക്ക് ബോൺ ആയി നിൽക്കെ ഈ പുവർ റെയിൻഫോൾ ഫുഡ് ഇൻഫ്ലേഷൻ, സാധനങ്ങൾക്ക് വില കൂടാൻ കാരണമാകുന്നു, ലോവർ റൂറൽ ഡിമാൻഡിന് കാരണമാകുന്നു, ലോവർ അഗ്രികൾച്ചർ ഇൻകത്തിന് കാരണമാകുന്നു. അപ്പോൾ ഇതിൽ ഗവൺമെൻറ്റിൻ്റെ മെഷേഴ്സ് എന്തൊക്കെയാണ്? ജൽശക്തി അഭിയാൻ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന, അടൽ ഭൂജൽ യോജന, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, PM ഫസൽ ഭീമ യോജന, ഇതെല്ലാമാണ് നമ്മുടെ ഗവൺമെൻറ് മെഷേഴ്സ്. പക്ഷേ ഇവിടെ ഒരു വലിയൊരു ത്രെറ്റ് ഉണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റഡ് ആയിട്ടുള്ള ഒരു കൃഷിരീതി അല്ല നമ്മൾ ഇനിയും കൊണ്ടുവരുന്നതെങ്കിൽ, നമ്മളിപ്പോഴും മൺസൂൺ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ഇനിയുള്ള കാലത്ത് ഫുഡ് സെക്യൂരിറ്റി വലിയൊരു ചോദ്യചിഹ്നമാവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് റെസിലിയൻ്റ് ആയിട്ടുള്ള സീഡ്സ് തിരഞ്ഞെടുത്ത് തന്നെ കൃഷി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിൽ ഖാരിഫ് സോയിങ് ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ മേജർ ക്രോപ്പിംഗ് സീസൺസും കൂടെ പറഞ്ഞു പോവാം. ഖാരിഫ്, റാബി, സെയ്ദ്. ഖാരിഫ് എന്ന് പറയുമ്പോഴത്തേക്കും സമ്മർ ക്രോപ്പിംഗ് ആണ്. റാബി എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന ശീതവിളയാണ്. സെയ്ദ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ളതാണ്. അപ്പോൾ ഖാരിഫ് എന്ന് പറയുമ്പോഴത്തേക്കും ജൂൺ ജൂലൈയിലാണ് വിതയ്ക്കുന്നത്. റാബി എന്ന് പറയുമ്പോഴത്തേക്കും ഒക്ടോബർ ഡിസംബറിലാണ് വിതയ്ക്കുന്നത്. സെയ്ദ് മാർച്ച് ജൂണിനിടയ്ക്കാണ്. ഈ ഖാരിഫ് ക്രോപ്സ് സെപ്റ്റംബർ ഒക്ടോബറിലാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. റാബി ഏപ്രിൽ ജൂണിലാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. സെയ്ദ് ജൂലൈ ഓഗസ്റ്റിലാണ്. ഖാരിഫ് ഡിപ്പെൻഡൻ്റ് ഓൺ മൺസൂൺ, റാബി ബേസ്ഡ് ഓൺ ഇറിഗേഷൻ. നമ്മൾ ഈ പറയുന്ന പോലെ ജലസേചനത്തിലാണ് റാബി കൃഷി നടക്കുന്നത്. വീറ്റ്, ബാർലി, മസ്റ്റാർഡ് ഒക്കെ. സെയ്ദ് ക്രോപ്സിന് എക്സാമ്പിൾ ക്യൂക്കുംബർ, വാട്ടർമെലൺ ഇതൊക്കെയാണ്. നെക്സ്റ്റ്, റെമിറ്റൻസസ്. എന്താണ് റെമിറ്റൻസസ്? മണി സെൻഡ് ഹോം ബൈ ഇന്ത്യൻസ് വർക്കിംഗ് അബ്രോഡ്. പുറത്ത് വർക്ക് ചെയ്യുന്ന ഇന്ത്യൻസ് നാട്ടിലേക്ക് അയക്കുന്ന കാശിനെയാണ് റെമിറ്റൻസസ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യ റിമെയിൻസ് എ ലാർജസ്റ്റ് റെമിറ്റൻസ് റിസീവിംഗ് കൺട്രി ഗ്ലോബലി. ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് കിട്ടുന്ന ഇന്ത്യക്കാണ്. അപ്പോൾ കേരള മോഡൽ ഡെവലപ്മെൻ്റ് ഒക്കെ പഠിക്കുമ്പോൾ ഒരു സമയത്ത് കേരളത്തെ ശക്തമായി പിടിച്ചു നിർത്തിയത് ഈ പറയുന്ന പോലെ റെമിറ്റൻസ് ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ മേജർ സോഴ്സ് കൺട്രീസ് ഏതൊക്കെയാണ്? UAE, സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ഒമാൻ. അപ്പോൾ ഇവിടുത്തെ ന്യൂസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇത്രയും വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസിൻ്റെ ഇടയിലും നമുക്ക് $16 ബില്യൺ ഇൻക്രീസ് ആണ് റെമിറ്റൻസിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് 70% ഹയർ ദാൻ ദ സെയിം പീരിയഡ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷത്തെക്കാളും 70% കൂടുതലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് സിലബസ് ലിങ്കേജ് വരുന്നത് GS2 ഇന്ത്യൻ ഡയസ്പോറ, GS3 ഇക്കണോമി, എക്സ്റ്റേണൽ സെക്ടർ. ഇതൊക്കെയാണ് ക്ലൈമറ്റ് നമ്മൾ UPSC സിലബസ് ലിങ്ക് ചെയ്ത് തന്നെ പഠിച്ചു പോകും. ഈ ഒരു റെമിറ്റൻസിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ബൂസ്റ്റ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, ഇംപ്രൂവ്സ് കറണ്ട് അക്കൗണ്ട് ഫിനാൻസിങ്. നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെയൊക്കെ ഒന്ന് കുഷ്യൻ ചെയ്യാനായിട്ട് ഈ ഒരു റെമിറ്റൻസ് സഹായിക്കും. ആൻഡ്